എന്തായാലും സി പി എമ്മിന് ഇതിനകത്തുള്ള ബന്ധം വളരെ കൃത്യമായി ഇന്നലത്തെ പിന്നെ റെയ്ഡിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള നിഖിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വീടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള റെയ്ഡ് പരിശോധന. കാരണം മകളുടെ കയ്യിലെത്തിയ ഈ പണം മകളുടെ ഭർത്താവ് വഴി കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള പല സ്ഥലങ്ങളിലും നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 3 മാസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് പിണറായിയുടെ വാടക വീട്ടിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്നതും ആ പരിശോധനയ്ക്കെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ CPM ഗുണ്ടകൾ ആക്രമിച്ചതും ഒക്കെ. അതിനുശേഷം 3 മാസങ്ങൾ കഴിഞ്ഞു. ഇന്നലെ കോഴിക്കോട്ട് പിണറായി വിജയൻ്റെ മരുമകനും വീണയുടെ ഭർത്താവുമായ മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും ഇ ഡി റെയ്ഡ് നടത്തി. അതിനെതിരെ ഇന്ന് മുഹമ്മദ് റിയാസും MP ഗോവിന്ദനും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു ശ്രമമാണ്, CPM-നെ തകർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നാണ് രണ്ടുപേരും പറയുന്നത്. അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും MP ഗോവിന്ദൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര അനന്തമായി നീളുമോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് പിണറായി വിജയനായിരിക്കും ഇ ഡിയുടെ റഡാറിൽ വരും എന്നുള്ളതാണ്. പക്ഷേ അതല്ല സംഭവിച്ചത്. റിയാസിൻ്റെ സുഹൃത്തുക്കളാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇ ഡി കർശനമായി ഇത് കൃത്യമായി തന്നെ ഈ അന്വേഷണത്തിൻ്റെ ദിശയിലൂടെ നീങ്ങുന്നതാണ് എന്നല്ലേ? അല്ല, അതിൽ ഇപ്പോൾ റിയാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടന്നു, റെയ്ഡ് നടന്നു എന്നതുകൊണ്ട് പിണറായി വിജയൻ ഇതിൽ റഡാറിൽ വരില്ല എന്ന് നമുക്ക് നിരീക്ഷിക്കാം. വരില്ല എന്നല്ല ഉദ്ദേശിച്ചത്, നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയാണെന്നുള്ളതാണ്. മാധ്യമ വാർത്തകളും അങ്ങനെയാണ്. അല്ല, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ ഉള്ളത് ശരി തന്നെ. ഈ പിണറായി വിജയൻ ഇതിനകത്ത് റഡാറിൽ വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അന്വേഷണം ശരിയായ രീതിയിൽ പോയാൽ പിണറായി വിജയൻ ഇതിൻ്റെ റഡാറിലേക്ക് വരാതിരിക്കാൻ കഴിയില്ല. അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷെ അതിന് അന്വേഷണം ശരിയായ രീതിയിൽ പോയാൽ മാത്രമേ അത് വരുള്ളൂ. പക്ഷെ അത് നമ്മൾ മാറ്റിവെച്ചാൽ പോലും ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത് എന്നാണ് കുറേ കാലമായി നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയത്. ഇപ്പം നമ്മൾ നോക്കി ഇന്നലെ എന്താണ് നടന്നത്? ഇന്നലെ നടന്നത് വീണയുടെ ഭർത്താവ് റിയാസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 7 or 8 പേര് അവരുള്ള കേന്ദ്രങ്ങളിൽ ആണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാവുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഈ മാസപ്പടി കേസിൽ കയ്യിൽ കിട്ടിയ പണം ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കള്ളപ്പണം എങ്ങനെയാണ് വെളുപ്പിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നത് എന്ന് പ്രാഥമികമായി നമുക്ക് വിലയിരുത്തുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ കരിമണൽ കമ്പനിയിൽ നിന്ന് 2,78,00,000 രൂപ അവർക്ക് മാസപ്പടിയായി കിട്ടി എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ആ കേസിൽ അവർ പ്രതിയാണ്. ഇതിൻ്റെ കുറ്റപത്രമൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും ആ കേസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എങ്ങോട്ടാണ് പോയത്, ആ പണം എവിടെയാണ് നിക്ഷേപിച്ചത്, ആ കള്ളപ്പണം എങ്ങനെയാണ് വെളുപ്പിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെയുള്ള അന്വേഷണങ്ങളിലേക്ക് ഇ ഡിക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീണയുടെ വീട്ടിൽ തിരുവനന്തപുരത്ത് റെയ്ഡ് നടന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന സംഭവങ്ങൾ നമ്മൾ ക്ലോസ് ആയിട്ട് നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവർക്ക് അനധികൃതമായി കിട്ടിയ പണങ്ങൾ എങ്ങോട്ട് പോയി, അതെങ്ങനെ ചെലവഴിച്ചു, അതെങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് May 27 അവരുടെ വീട്ടിൽ റെയ്ഡ് നടന്നു. അതിനുശേഷം അവരുടെ ലോക്കറുകൾ പരിശോധിച്ചു. അവരുടെ വീട്ടിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ കണ്ടുപിടിച്ചു. അവരുടെ വീട്ടിൽ നിന്നൊരു ഡയറി, ഒരു ചുമന്ന കവറുള്ള ഡയറി, അതിനകത്തുള്ള കുറേ എൻട്രീസ് കണ്ടുപിടിച്ചു. അതിനുശേഷം അവർ കണ്ണൂർ ചെന്ന് ഇവരുടെ സ്വത്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവർ ഐഡൻറ്റിഫൈ ചെയ്തു.
ആ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ നടത്തി. അതുമായി ബന്ധപ്പെട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഉണ്ട് ഡൽഹിയിൽ. അവിടെ അവർ പിന്നെ അതിൻ്റെ രേഖകൾ സമർപ്പിച്ചു. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അവരുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ വീടുകളിൽ റെയ്ഡുകൾ നടത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമാകുന്നൊരു വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇവർക്ക് കിട്ടിയിട്ടുള്ള ഈ അനധികൃതമായിട്ടുള്ള പ്രൊസീഡ്സ് ഓഫ് ക്രൈം അത് അവർക്ക് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവർക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയൊക്കെയാണ് നടന്നത്, അതിലൂടെ ആ കള്ളപ്പണം എങ്ങനെയാണ് വെളുപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് സംബന്ധിച്ചിട്ടാണ് അവർ ഇന്നലെ റെയ്ഡ് നടത്തിയത്. അപ്പോൾ അതിൽ ഒരു പിന്നെ ക്യാപിറ്റൽ എന്തോ ഒരു മാർബിൾസ് എന്നും പറഞ്ഞിട്ട് ഒരാളുടെ വീട്ടിൽ ഒരാളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തോ DVK എന്തോ ഡെൻ്റൽ കെയർ എന്നും പറഞ്ഞിട്ട് ഒരു ഇത് ചെയ്തിട്ടുണ്ട്. സൊളസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസിങ് ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അന്വേഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാളുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ 3-4 പേര്. അപ്പോൾ അങ്ങനെ ഒരു 7-8 സ്ഥലങ്ങളിലാണ് അവർ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പണം എവിടെയാണ് മുതൽ മുടക്കിയിരിക്കുന്നത് എന്നത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ED നടത്തിയിരിക്കുന്നത്. ആ ശ്രമം അവർ നടത്തിയതെല്ലാം തന്നെ വീണയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എങ്ങനെയാണ് പോയത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ വഴി വളരെ വ്യക്തമാണ്. കാരണം മകളുടെ കയ്യിലെത്തിയ ഈ പണം മകളുടെ ഭർത്താവ് വഴി കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള പല സ്ഥലങ്ങളിലും നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അതിലൊരാൾ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയാണ്. അതിലെ നന്ദുലാൽ എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയാണ്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് പാർട്ടിയുമായി ഉള്ള നേരിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള നിഖിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വീടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള റെയ്ഡ് പരിശോധന. അയാളും പിന്നെ വേറെ എന്തോ ഒരു ഷൈജൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ 2 പേരും സൊളസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസിങ് കമ്പനിയുടെ ഉടമകളാണ്. അപ്പം ഇതിൽ നമുക്ക് നിരീക്ഷിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പണത്തിൽ നല്ലൊരു പങ്ക് ഈ സൊളസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരസ്യ കമ്പനിയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാം. അല്ല, അത് മാത്രമല്ല, ടൂറിസവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രിയായിരുന്നല്ലോ. ടൂറിസവുമായി ബന്ധപ്പെട്ട് പല പരസ്യങ്ങളും ഈ കമ്പനിക്കാണ് പോയിരുന്നതെന്നും ഈ കമ്പനിയാണ് പരസ്യങ്ങൾ ചെയ്തിരുന്നതെന്നുള്ള വാർത്തകളൊക്കെ അന്ന് വന്നതാണ്. അപ്പം അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇതിൽ നല്ല ഒരു പങ്ക് ഈ സൊളസ് എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യ കമ്പനിയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. ആ പരസ്യ കമ്പനിയുടെ ഉടമകളിൽ ഒരു പ്രധാനപ്പെട്ട ആൾ CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാസപ്പടി കേസിൽ പിണറായി വിജയൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞാൽ CPMന് ഇതുമായി നേരിട്ട് പൊക്കിൾക്കൊടി ബന്ധമുണ്ട് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ CPMുമായിട്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശങ്കയുടെ പ്രതിഫലനം എന്നുള്ള നിലയിൽ വേണം നമ്മൾ MV ഗോവിന്ദനും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് CPMനെതിരായിട്ടുള്ള നീക്കമാണെന്നും ഇതിനെ നിയമപരമായും വേറെ എന്തോ രീതിയിലൊക്കെ കൂടെ ഒക്കെ നേരിടും എന്നും പറഞ്ഞ് അവർ വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഇന്നലത്തെ റെയ്ഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് CPMന് ഇതുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഈ കള്ളപ്പണം CPMലേക്ക് എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന ആണ് ഈ നിഖിൽ എന്ന് പറഞ്ഞ ആളിലൂടെ വന്നിട്ടുള്ളത്. ഈ സൊളസ് എന്ന് പറഞ്ഞ കമ്പനി ചെറിയ കമ്പനിയല്ല. ആ കമ്പനിക്ക് കേരളത്തിലൊട്ടാകെ സാന്നിധ്യമുണ്ട്. അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരസ്യ കമ്പനികളൊന്നാണ്. അതിൻ്റെ വിവരങ്ങളൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പുറത്തു വരും. എന്തായാലും CPMന് ഇതിനകത്തുള്ള ബന്ധം വളരെ കൃത്യമായി ഇന്നലത്തെ റെയ്ഡിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലത്തെ റെയ്ഡോടുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ED വ്യക്തമായിട്ടുള്ള ശരിയായിട്ടുള്ള പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ്. അവർ പിണറായി വിജയനിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ എടുത്തു ചാടി അങ്ങോട്ടെത്താൻ അവർക്ക് പരിപാടിയില്ല. അവർ ഘട്ടം ഘട്ടമായി, അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യം റെയ്ഡ് നടന്നു, അത് കഴിഞ്ഞ് വീണ വിജയനെ 2-3 തവണ അവർ ചോദ്യം ചെയ്തു. അതിനുശേഷം വീണ വിജയനിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള
രേഖകളും ഡിജിറ്റൽ തെളിവുകളുമൊക്കെ അവർ പരിശോധിച്ചു. അതിനുശേഷം അവർ പിന്നെ ലോക്കർ പരിശോധിച്ചു. ലോക്കർ പരിശോധിച്ചതിന് ശേഷം അതും കിട്ടിയ വിവരങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ അവരുടെ സ്വത്തുക്കൾ ഏതാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തു. ആ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ കൊടുത്തു. അതിനുശേഷം അവർ മുഹമ്മദ് റിയാസിലേക്ക് എത്തി. അപ്പോൾ ഈ നാൾ വഴി നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടിയും ശരിയായിട്ടുള്ള രീതിയിലാണ് പാതയിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് CPM-നെതിരായിട്ടുള്ള നീക്കമാണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. കാരണം ഇന്നലെ 8 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നതിൽ CPM-മായി കൃത്യമായ ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാവുന്ന ഒരാൾ എന്ന് പറയുന്നത് ഈ നിഖിൽ എന്ന് പറയുന്ന ആൾ മാത്രമാണ്. ബാക്കിയെല്ലാം ഈ പിന്നെ റിയാസുമായി ബന്ധമുള്ള റിയാസിൻ്റെ സുഹൃത്തുക്കളും സഹപാഠികളും പ്രവാസികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഈ പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറഞ്ഞ ഒരു തരത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഇതിനകത്തുനിന്ന് കൂടി ഉണ്ടായിരിക്കുന്ന പ്രൊസീഡ്സ് ഓഫ് ക്രൈംസ്, കള്ളപ്പണം എവിടെയൊക്കെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് ഉള്ള കൃത്യമായിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലങ്ങളിൽ ചെന്ന് ആ പണം അവിടങ്ങളിലൊക്കെയാണോ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ശ്രമമാണ് ED നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. EDയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അന്വേഷണത്തിൽ അവർ വ്യക്തമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, വ്യക്തമായിട്ടുള്ള രേഖകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ശരിയായ പാതയിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ പ്രകോപനം എന്ന് പറയുന്നത് അവരെ ആക്രമിച്ചതാണ്. അവർ നിയമാനുസൃതമായി അവരൊരു അന്വേഷണം നടത്താൻ വേണ്ടി ചെന്നപ്പോൾ അവരെ CPM-കാർ ആക്രമിച്ചത് അവരുടെ മനസ്സിൽ നിന്നൊരിക്കലും പോകില്ല. അത് വലിയൊരു പകയായി തന്നെ അവരുടെ മനസ്സിൽ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇത് ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോകും. ആദ്യം വീണയിലേക്ക് പോയി, പിന്നെ വീണയുടെ ഭർത്താവിലേക്ക് പോയി, അടുത്തത് വിജയനിലേക്ക് തന്നെ ഇതെത്തും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. അത് പക്ഷേ വളരെ സാവധാനത്തോടു കൂടി കൃത്യമായിട്ടുള്ള തെളിവുകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റൂ. എന്തായാലും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് പിണറായി വിജയനിലേക്ക് എത്തും, അടുത്ത സമൻസ് അദ്ദേഹത്തിന് അയച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അതൊന്നും സംഭവിക്കാതെ അത് അന്വേഷണം റിയാസിലേക്ക് പോയിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ അന്വേഷണം നടക്കും, അത് പിണറായി വിജയനിലേക്ക് എത്തും. ആ പിണറായി വിജയനിലേക്ക് എത്തുമ്പോൾ തുടർ നടപടികൾ എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം രാഷ്ട്രീയക്കാർ പ്രതികളായിട്ടുള്ള കേസുകളിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്തായാലും ഒരു നദി ഒഴുകി എത്തുന്നത് കടലിലേക്ക് തന്നെയായിരിക്കും. അപ്പോൾ അവിടെ പിന്നീട് ഞാൻ അതിനകത്തൊന്നും ഒരു കാരണവശാലും യോജിക്കില്ല. അതൊക്കെ ചുമ്മാ ഈ വെടിപൊട്ടിക്കലാണ്. കാരണം പിണറായി വിജയൻ ഇത്രയും നാൾ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് പിണറായി വിജയൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, മനസ്സിലായില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലമാണല്ലോ അയാൾ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ആ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് മുഴുവൻ അയാളുടെ അധികാരം ഉപയോഗിച്ചു. അയാളെന്നും ഒരു മൂട്ടയാണ്, അയാളെയൊന്നും സംരക്ഷിക്കാൻ ഒരാളുമില്ല, മനസ്സിലായില്ലേ? 1. 2, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ED പ്രകോപിതരാണ്, അവരെ ആക്രമിച്ചിരിക്കുകയാണ്, അവരെ ഭൗതികമായി ആക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ഘടകങ്ങളും കൊണ്ട് പിണറായി വിജയൻ ഇനി തെന്നി മാറിപ്പോകാനൊന്നും ഒരു സാധ്യതയില്ല. കാരണം ആരുമല്ല ഇന്ന്. അയാൾ കഴിഞ്ഞ 10 വർഷമായി തെന്നി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ലാവ്ലിംഗ് കേസായാലും മാസപ്പടി കേസായാലും അയാൾ മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൻ്റെ. അതുകൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നദി പുഴ എന്നൊക്കെ പറഞ്ഞതിനെ നമുക്ക് വെറുതെ അങ്ങ് ലളിതവൽക്കരിച്ച് പോകാൻ നമുക്ക് കഴിയില്ല. പിണറായി വിജയൻ ഇനി രക്ഷപ്പെടാനുള്ള സാധ്യത തുലവും കുറവാണ്. കാരണം പിണറായി വിജയൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുകയായിരുന്നു. ആ അധികാരം വെച്ചിട്ടാണ് പിണറായി വിജയൻ ബാർഗൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് BJP ഇവിടെ വളർത്താനുള്ള പണികൾ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് പിണറായി വിജയനെ വെച്ചുകൊണ്ട് അവരും ബാർഗൈൻ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് പിണറായി വിജയൻ വെറും ഈ പറഞ്ഞ പോലെ ചവിട്ടോടെ കിടക്കുന്ന കീറക്കടലാസാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് പിണറായി വിജയനെ പിടിക്കാതിരിക്കേണ്ട യാതൊരു കാര്യം അവർക്കില്ല. എന്ന് മാത്രമല്ല അവർ വിചാരിക്കുന്നത് പിണറായി വിജയനെ പിടിക്കുകയും CPM-നെ തർക്കം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരാം എന്നുള്ളൊരു ധാരണ അവരുടെ മുന്നിലുണ്ട്. അത് ശരിയോ തെറ്റോ എന്തോ ആകട്ടെ. എന്തായാലും അവരിപ്പം 3 സ്ഥലത്ത് ജയിച്ചത് 3 സ്ഥലത്തും CPM-ന്റെ കോസ്റ്റിലാണ് അവർ ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പിണറായി വിജയൻ ഇതിനകത്ത് കുരുങ്ങാനുള്ള സാധ്യതകൾ വളരെ വളരെ വലുതാണ് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ രാഷ്ട്രീയക്കാർ പ്രതികളാകുന്ന കേസ് പിന്നീട് എവിടെ എത്തും എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക തന്നെയാണ്. എന്തായാലും ഈ ഒരു അന്വേഷണം ശരിയായ ദിശയിൽ പോകുമ്പോൾ സാർ പറഞ്ഞതുപോലെ ഈ ED ആക്രമിച്ചത് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് മാഞ്ഞു പോകുന്ന ഒന്നല്ല. അത് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവർ ഈ പറയുന്നത് പോലെ ചിലന്തി വല നെയ്യുന്നത് പോലെ എല്ലാ കുരുക്കുകളും മുറുക്കിയതിന് ശേഷമായിരിക്കും അവരുടെ അടുത്ത ഫൈനൽ നീക്കം എന്നുകൂടി അങ്ങനെയായിരിക്കാം. എന്തായാലും വീണ്ടും കാണാം.